ഇച്ചിരി ചമ്മന്തി അരയ്ക്കാൻ പോവാണ് കേട്ടോ. സാധാരണ നമ്മൾ കല്ലിലൊക്കെയാണ് അരയ്ക്കുന്നത്. ഇപ്പം കല്ലിൽ അരയ്ക്കാനുള്ള മടിയുണ്ട്, മിക്സിയിലാണ് അരയ്ക്കുന്നത്. കണ്ടില്ലേ, മിക്സിയൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ഉള്ളിയൊക്കെ അരിയണം. ഞാൻ ഉള്ളി അരിഞ്ഞിട്ട് നമുക്ക് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇത്ര ഐറ്റംസാണ് നമുക്ക് വേണ്ടത്. തേങ്ങ തിരുമ്മിയത്, അതിൻ്റെ കൂടെ ഇച്ചിരി പിഴുപുളിയുണ്ട്, ഇച്ചിരി സാധാരണ നമ്മൾ ചുവന്നുള്ളിയാണ് എടുക്കുന്നത്. ഇപ്പം ചുവന്നുള്ളി ഇല്ലാത്തതുകൊണ്ട് സവാള കൊച്ചതായിട്ട് അരിഞ്ഞത്, പിന്നെ കാന്താരി മുളകും കിടപ്പുണ്ട്. അപ്പോൾ ഇത്ര ഐറ്റംസാണ്. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്, ലേശം, ഒരുപാടൊന്നും വേണ്ട. ഒരു ഇച്ചിരി മുളക് പൊടിയും കൂടെ, 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. കുറച്ച് മതി. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വേണം ഇത് ചെയ്യാൻ. ലേശം വെള്ളം കൂടെ ചേർത്ത് നമ്മളത് അരച്ചെടുത്ത്. ഇതാണ് ഇപ്പം കണ്ടില്ലേ, കാന്താരി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ ബെറ്ററാണ്, സൂപ്പറാണ്. ഇച്ചിരി തൈരും ചമ്മന്തിയും ഉണ്ടെങ്കിൽ വേറെ കറികളൊന്നും വേണ്ട എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നമ്മുടെ മിക്സിക്കകത്തിൽ പെട്ടെന്ന് തന്നെ കാന്താരി ചമ്മന്തി റെഡിയാക്കി.